ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ് നേതാവ് നമുക്കൊപ്പമുണ്ട്. ശ്രീ ദീപ്തി മേരി വർഗീസ്, രാഹുൽ ഇന്നലെ താങ്കൾ അടക്കമുള്ളവർ രാഹുൽ രാജിവെക്കണമെന്ന നിലപാടെടുത്തതാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി ആ നിലപാടിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ പിന്നോട്ട് പോക്ക് സംഭവിച്ചത്? ഞാൻ അതിൻ്റെ അകത്ത് ഒരു ചെറിയ കറക്ഷൻ പറയുകയാണ്. ഞാൻ പറഞ്ഞത് പാർട്ടി രാജിവെക്കാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് വരും എന്നുള്ള നിലയിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ വ്യക്തിപരമായിട്ട് അത്തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആദ്യമേ ഞാൻ കറക്റ്റ് ചെയ്ത് പറയട്ടെ. ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ കൂട്ടായ തീരുമാനം രാജിയിലേക്ക് പോകും എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. പിന്നെ ഇന്ന് ഇപ്പോ സസ്പെൻഷൻ എന്നുള്ള ഒരു മാതൃകാപരമായ തീരുമാനം പാർട്ടി എടുത്തിരിക്കുകയാണ്. അത് KPCC പ്രസിഡന്റ് ഇപ്പോൾ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലപ്പോ ഏറ്റവും ചെയ്യാൻ കഴിയുന്ന ഇപ്പോൾ ഈ ഒരു പരാതി, ഒരു ആരോപണം വന്നപ്പോൾ, പരാതി വന്നിട്ടില്ല, ഒരു ആരോപണം വന്നപ്പോൾ ചെയ്യാൻ കഴിയാവുന്നതിന്റെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചെയ്യാത്ത രീതിയിലുള്ള മാതൃകാപരമായ തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് രാഹുലുമായി ഒരു ബന്ധമില്ല എന്നതാണ് KPCC അധ്യക്ഷൻ ഇന്ന് പറഞ്ഞതിന്റെ ഒരു സാരം. അദ്ദേഹം ആ പ്രയോഗം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെ പൊതുജനങ്ങളുടെ മുന്നിൽ വാദിക്കും? കോൺഗ്രസ് ആണ് രാഹുലിനെ ജയിപ്പിച്ചത് പാലക്കാട്. അപ്പോൾ ഞങ്ങൾക്ക് ബന്ധമില്ലാത്ത, ഞങ്ങളുടെ ഭാഗമല്ലാത്ത രാഹുലിനെ പാലക്കാടുകാർക്ക് പിന്നെ എന്തിന്? ഇതൊരു ജനാധിപത്യ ജനങ്ങളുടെ നേരെ നോക്കി നമ്മൾ വേറൊരു തരത്തിൽ ആംഗികാട്ടുന്നതിന് തുല്യമായി മാറില്ലേ ഇത്? അത് ഏത് ചോദ്യത്തിനോടാണ് അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചതെന്നും കൂടി പറയണം. അല്ലാതെ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം അങ്ങനെ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മുൻപിൽ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയായിട്ടായിരിക്കും പറഞ്ഞിരിക്കുക. രാഹുൽ കോൺഗ്രസിന്റെ MLA ആയിരുന്നു. കോൺഗ്രസ് എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു തന്നെയാണ് ജയിച്ചു വന്നത്. പക്ഷെ ഇപ്പോൾ വളരെ ഒരു വ്യത്യസ്തമായ സാഹചര്യം വന്നിരിക്കുന്നു, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ അതിന്റെ പേരിൽ കോൺഗ്രസ് ഒരു നിലപാടെടുത്തു എന്നതിൽ കവിന് വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. താങ്കൾ അടക്കമുള്ളവർ പ്രതീക്ഷിച്ചിരുന്നില്ലേ ഇതിൽ കൂടുതൽ നടപടി വേണമെന്ന്? താങ്കളും ആഗ്രഹിച്ചതല്ലേ? കാരണം ഇങ്ങനെ ഒരു വ്യക്തി MLA ആയി തുടരുന്നത് അനുചിതമല്ലേ? ഞാനതിൻ്റെ മുന്നണിയുടെ പാർട്ടിയുടെ സാങ്കേതികതയ്ക്കും അപ്പുറം ഒരു വലിയ രീതിയിൽ ഒരു പെൺകുട്ടിയോട് പെരുമാറ്റുന്നത് നിങ്ങൾക്കൊരു പക്ഷേ അത് ഇടതുപക്ഷത്തെ മറ്റു ചിലരുമായി താരതമ്യം ചെയ്യാനുണ്ടാവും, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് അദ്ദേഹത്തിന് MLA ആയി തുടരാനുള്ള ആ യോഗ്യതയുള്ള കാര്യങ്ങളാണോ അദ്ദേഹം പറഞ്ഞത്? താങ്കൾ വ്യക്തിപരമായി ഈ വിഷയത്തെ അങ്ങനെ കാണുന്നില്ലേ? അല്ല, എനിക്ക് വ്യക്തിപരമായി ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം ഞാൻ KPCCയുടെ ഭാരവാഹിയാണ്. പാർട്ടിയുടെ നിലപാടിൽ കവിഞ്ഞ് വേറൊന്നും എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ കഴിയില്ല. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിലൊരു ആരോപണം വന്നിട്ട് കേരളത്തിന്റെ ചരിത്രത്തിലോ ഇന്ത്യയുടെ ചരിത്രത്തിലോ ഇന്ന് വരെ ഇല്ലാത്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത രീതിയിലുള്ള നടപടിയിലേക്കാണ്. ഇടപെടുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഇതുപോലെ ആരോപണം എന്ന് വെച്ചാൽ ഇതുപോലെ മറ്റൊരു ആരോപണം സമീപകാലത്ത് നമ്മൾ ആരും കേട്ടിട്ടില്ല. അതാണ് അതിന്റെ വസ്തുത. അങ്ങനെ ഒരു കാര്യം കൂടി ഇല്ലേ ഇതിന്റെ അകത്ത്? അത് കാണാതെ പോകാം. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ താങ്കൾ പറയുന്നത് ശരിയാണ്. ആരോപണം എന്ന് പറയുമ്പോൾ അതിന്റെ പരാതിക്കാരി എന്ന് പറയുന്നത് ഇപ്പോഴും പിന്നെ ഹിഡൻ ആണ് എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ് ഈ പരാതിയെ സംബന്ധിച്ച്. ഇപ്പൊ മുകേഷിന്റെ പരാതിയിലാണെങ്കിൽ പരാതിക്കാരി വന്ന് പരാതി കൊടുക്കുകയും FIR ഇടുകയും ചാർജ് ഷീറ്റ് വരികയും ഒക്കെ ചെയ്തു. ശശീന്ദ്രന്റെ ഞാൻ പറയുന്നത് അതൊക്കെ അതിന്റെ സാങ്കേതികതയാണല്ലോ. അതിനപ്പുറം ഈ പരാതിക്ക് ഒരു വസ്തുതയുണ്ട് എന്നത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. സാങ്കേതികത അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം, താങ്കൾ എന്നോട് ചോദിച്ചത് ഇതിന് മറ്റുള്ളതിൽ നിന്ന് സമാനതയില്ലല്ലോ എന്നാണ് പറഞ്ഞത്. ശരിയാണ്, മറ്റുള്ള പരാതികളിൽ നിന്ന് സമാനതയില്ല. കാരണം ഇതിന്റെ കംപ്ലൈനന്റ് ഇപ്പോഴും നിയമത്തിന് മുൻപിലേക്ക് വരാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ അത്തരത്തിൽ പരാതിയുള്ള ആളുകൾ, പെൺകുട്ടികൾ കേരളത്തിൽ ധൈര്യമായി മുമ്പോട്ട് വന്ന് പരാതി കൊടുക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത്, നമുക്കൊരു നിയമവ്യവസ്ഥയില്ലേ? ആ നിയമവ്യവസ്ഥയെ നമ്മൾ മാനിക്കണ്ടേ? പിന്നെ നമുക്ക് പറയാൻ മറ്റു ചില കാരണങ്ങളുണ്ട്. നിലവിലുള്ള സൈബർ ഇടത്തിലുള്ള ആക്രമണങ്ങളായാലും പിന്നെ കാര്യങ്ങളായാലും പരാതി കൊടുത്താൽ ഒരു തരത്തിലുമുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല. പെൺകുട്ടികൾക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്താൽ ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പൊ ആഭ്യന്തര വകുപ്പിന്റെ ഒരു തകർച്ചയൊക്കെ ഒരു വശത്തുണ്ട്. അതുകൊണ്ടാണോ ഇവർ ഭയക്കുന്നത്? പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഇത് തങ്ങൾക്ക് സംരക്ഷണം കിട്ടുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വിഷയം അതല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ അടക്കമുള്ള, ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള, ഉമാ തോമസ് അടക്കമുള്ള നിങ്ങളെല്ലാവരും കൃത്യമായ നിലപാടുകൾ ഇന്നലെ സ്വീകരിച്ചതാണ്. ഇങ്ങനെ ഒരു വ്യക്തി MLA ആയി തുടരുത്, എത്രയും പെട്ടെന്ന് മാറണം. ഷാനിമോൾ ഉസ്മാൻ അടക്കം പൊതുരംഗത്ത് നിന്ന് തന്നെ മാറ്റി നിർത്തണം എന്ന നിലപാടെടുത്തവരാണ്. അങ്ങനെ ഒരാളെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കുക എന്ന രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ ഒരു ഗതികേടല്ലേ?
അല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലല്ലോ ചെയ്യുന്നത്, മാറ്റി നിർത്തുകയാണല്ലോ ചെയ്തത്. യഥാർത്ഥത്തിൽ അത് വലിയൊരു ശിക്ഷയല്ലേ. കോൺഗ്രസിന്റെ MLA ആയിരിക്കുന്ന ഒരാളെ പാർലമെന്ററി പാർട്ടിയിൽ വിളിക്കുന്നില്ല, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട നിയമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇടപെടാൻ പറ്റുന്നില്ല. അതുപോലെ മാറ്റി നിർത്തി ഐസൊലേറ്റ് ചെയ്ത് നിർത്തിയ പോലെ ആയില്ലേ. അത് വലിയൊരു ശിക്ഷയല്ലേ കൊടുക്കുന്നത്. പാർട്ടി ഇതിൽ പരം എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്? ഇതുപോലെ ശിക്ഷ കൊടുത്തു. യെസ്, എല്ലാ അർത്ഥത്തിലും മാറ്റി നിർത്തുമ്പോൾ അങ്ങനെയെങ്കിൽ MLA സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണം. കോൺഗ്രസ് പാർട്ടിയാണ് കൈപ്പത്തി ചിഹ്നത്തിലാണ് ജയിപ്പിച്ചത്, അതുകൊണ്ട് അതും മാറ്റി നിർത്തണം എന്ന നിലപാടെടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? നോക്കൂ, നമ്മളിപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പും കൂടി ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതിൻ്റെ അകത്ത് ഒരു ന്യായീകരണം ഇല്ല എന്നുള്ളതൊരു കാരണമാണ്, അതിലൊരു കാരണമാണ്. അപ്പോൾ ജനപ്രതിനിധി, സാധാരണ നമ്മുടെ ജനപ്രതിനിധി നിയമമൊക്കെ പറയുകയാണെങ്കിൽ ഒരു കൺവിക്ഷന്റെ ഒരു സ്റ്റേജിൽ വരുമ്പോഴാണ്, അല്ലെങ്കിൽ കൺവിക്റ്റഡ് ആയി കഴിയുമ്പോഴാണ് അത്തരത്തിൽ നിയമ നടപടികൾ മാറി നിൽക്കേണ്ട അല്ലെങ്കിൽ രാജിവെക്കേണ്ട ഒക്കെ സാഹചര്യം വരുന്നത്. അപ്പോൾ ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് വന്നില്ല, പരാതികൾ വന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഈ കാര്യങ്ങളിലുണ്ട് എന്ന് വെച്ച് ഞാൻ ഒരു കാരണവശാലും തെറ്റ് ചെയ്ത ഒരാളെയും ന്യായീകരിക്കില്ല. ഒരു പെൺകുട്ടിയെയും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും അപമാനിക്കാൻ പാടില്ല എന്ന ശക്തമായ നിലപാട് കോൺഗ്രസിനുണ്ട്. ആ നിലപാടിൽ തന്നെയാണ് പാർട്ടി ഇത്തരം നടപടികളിലേക്ക് പോയത് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. വളരെ വ്യക്തമാണ് ദീപ്തി മേരി വർഗീസ്. പക്ഷേ ഒരു കാര്യം കൂടി, ഇപ്പോൾ താങ്കളടക്കം പ്രതികരിച്ചവർക്കെതിരെ സൈബർ ഇടത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സൈബർ കേന്ദ്രങ്ങളിൽ നിന്ന് എത്ര വലിയൊരു അറ്റാക്കാണ് നടക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ അല്പസമയം മുമ്പ് ചില സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടു. അത് കോൺഗ്രസിൻ്റെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. കോൺഗ്രസ് പ്രവർത്തകർ, ചില നേതാക്കളൊക്കെ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ എത്ര രൂക്ഷമായ പ്രതികരണമാണെന്നോ. VD സതീശനെതിരെ പോലും പ്രതികരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് അണികൾക്കിത് ബോധ്യപ്പെടുന്നില്ല എന്നൊരു വസ്തുതയുണ്ട്. അതായത് ഒരു വെട്ടുകളി കൂട്ടം വന്ന് നേതാക്കളെ ആക്രമിക്കുക, പ്രത്യേകിച്ച് പ്രതികരിച്ച വനിതകളടക്കമുള്ളവരെ വലിയ രീതിയിൽ ആക്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് നേതൃത്വം ഈ വിഷയത്തിൽ ഒരു ആർജവമുള്ള നിലപാട് എടുക്കാത്തത്? ഞാൻ ഈ സൈബർ അറ്റാക്കിനെ കുറിച്ച് എനിക്ക് കുറച്ച് വിശദമായി പറയാനുണ്ട്, താങ്കൾ സമയം തരുമെങ്കിൽ. ഈ സൈബർ അറ്റാക്ക് നടത്തുന്ന പ്രൊഫൈല് നോക്കിയിട്ട് അതിലുള്ള പടം നോക്കിയിട്ട് അത് കോൺഗ്രസ് ആണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ വടകര തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ. അപ്പോൾ സൈബർ അറ്റാക്ക് നടത്തുന്നത് മുഴുവൻ കോൺഗ്രസ്സുകാരാണ് എന്ന് പറയല്ല. ഇന്ന് രാവിലെ ശിവൻകുട്ടി എന്ന് വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തിന് വളരെ വലിയ സ്നേഹമാണ് ഞങ്ങളുടെ ഒരു MLA-യോട്, ഞങ്ങളുടെ വനിതാ MLA-യോട്. ഇതിന് മുൻപൊന്നും അത് കണ്ടിട്ടില്ലല്ലോ. അവർക്കെതിരെ പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതല്ലേ. കോൺഗ്രസിന്റെ എല്ലാ വനിതകൾക്കെതിരെ പോലും ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ സൈബർ ഇടങ്ങളിൽ പാർട്ടി വനിതകൾക്കെതിരെ, മാധ്യമപ്രവർത്തകർക്കെതിരെ, വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെ ഒക്കെ ഏതൊക്കെ തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോ ഇത് ഒരു തരം തന്ത്രമാണ്. ഇത് വ്യാജ പ്രൊഫൈലുകളാണെന്നാണോ പറയുന്നത്? ഇത് ഇടതുപക്ഷത്തിന്റെ വ്യാജ പ്രൊഫൈലുകൾ എന്നാണോ പറയുന്നത്? അല്ല, വ്യാജ പ്രൊഫൈൽ ഉൾപ്പെടെ ഉണ്ടോ എല്ലാം കോൺഗ്രസിന്റെ ആണെന്നുള്ളത് എന്താണ് ഉറപ്പ്? ശരിയാണ്, ചിലപ്പോ ഒരു പക്ഷേ ഇവരോട് താല്പര്യമുള്ള, ഈ പറയുന്ന രാഹുലിനോട് താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ തിരിച്ചു മറുപടി പറഞ്ഞിട്ടുണ്ടാവാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതിന്റെ അകത്ത് CPM-ന്റെ പങ്ക് വളരെ വ്യക്തമാണ്. കാരണം ഇവിടെ ഇന്നലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോലും, CPM-ന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് അതിനെ രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് CPM-ന്റെ സൈബർ ഇടങ്ങളും കാണുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. രണ്ടാമതായിട്ടൊരു കാര്യം, സൈബർ ഇടങ്ങളിലുള്ള അറ്റാക്ക് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഞങ്ങളൊക്കെ നിരവധി തവണ നേരിട്ടിട്ടുള്ളതാണ്, കാലങ്ങളായിട്ട് നേരിട്ടിട്ടുള്ളതാണ്. എന്നാണോ സോഷ്യൽ മീഡിയ സജീവമായത് അന്നു മുതൽ ഞങ്ങളൊക്കെ നേരിടുന്നതാണ്. അത് രാഷ്ട്രീയമായി എതിർപക്ഷത്തുള്ളവരാണ്. ഞാൻ പറഞ്ഞത് സ്വന്തം ചേരിയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. അത് ഏത് ചേരിയിൽ നിന്നുണ്ടായാലും സൈബർ ഇടങ്ങളിലുള്ള അറ്റാക്ക്, പ്രത്യേകിച്ച് വനിതകൾക്കെതിരെയുള്ള അറ്റാക്ക് എന്ന് പറയുന്നത്, രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന വനിതകൾക്കെതിരെയുള്ള അറ്റാക്ക് എന്ന് പറയുന്നതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ അത് പരിഹാരം ഇപ്പോഴും കാണാൻ നമ്മൾ എവിടെ പോയാണ് പരാതി പറയേണ്ടത്? ഇന്ന് പരാതി പറഞ്ഞു സൈബർ ഇടങ്ങളിലേക്ക് വന്ന അറ്റാക്കുകൾക്കെതിരായി കൊടുത്ത പരാതികളിൽ ഏതെങ്കിലും തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടോ? അതിൽ നമ്മൾ പോലീസിനെ കുറ്റപ്പെടുത്താം, രണ്ടാമത്. പക്ഷെ അതിലേക്ക് മുമ്പ് വരുമ്പോൾ നേതാക്കൾ തന്നെയല്ലേ, കോൺഗ്രസിന്റെ അണികളും കോൺഗ്രസിന്റെ രണ്ടാം തരത്തിലുള്ള നേതാക്കളും ഈ തരത്തിൽ സൈബർ അറ്റാക്ക് നടത്തുമ്പോൾ അത് നിലപാടെടുക്കേണ്ടത് കോൺഗ്രസ് നേതാക്കൾ തന്നെയല്ലേ? അല്ല, സൈബർ അറ്റാക്ക് നടത്തിയത് ആരാണെന്നൊന്നും അറിയില്ല. അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. 100 കണക്കിന് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന്, പല പ്രൊഫൈലുകളിൽ നിന്നൊക്കെ അറ്റാക്കുകൾ നടത്തും. പരാതി ഉള്ളവർക്ക് പരാതി കൊടുക്കാം. ഇപ്പോൾ എനിക്കെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പരാതി ഒന്നും കൊടുത്തിട്ടില്ല, ഞാനത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. കാര്യം സോഷ്യൽ മീഡിയയിൽ വരുന്ന സൈബർ അറ്റാക്കുകൾ എന്ന് പറഞ്ഞാൽ അത് നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. നമ്മുടെ രാഷ്ട്രീയ ജീവിതവുമായി മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അത് പരാതി ഉള്ളവർക്ക് വേണമെങ്കിൽ പരാതി കൊടുക്കാം. അത്
ആരും അതിന് പരാതി കൊടുക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ശരി, ദീപ്തി മേരി വർഗീസ്, ഒരു പാർട്ടിയുടെ ഭാരവാഹി എന്ന നിലയിൽ പ്രതികരിക്കുമ്പോൾ താങ്കൾക്ക് സ്വാഭാവികമായ ചില പരിമിതികളുണ്ടാവും, ഊഹിക്കാം. പക്ഷേ ഒരു കാര്യം, പാർട്ടിയിലെ ബഹുഭൂരിപക്ഷത്തിന്, ചുരുങ്ങിയപക്ഷം സ്ത്രീകൾക്കും വനിതകൾക്കുമെങ്കിലും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഒരു വസ്തുതയായ മുന്നിലില്ലേ? പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. കുറച്ചു പേർക്ക് തീരുമാനം, ചില ആളുകൾക്കൊക്കെ ഇത്രയും വലിയൊരു തീരുമാനം, ഇത്രയും ശക്തമായ ഒരു തീരുമാനം വേണമോ എന്ന് ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ടാവും. ചില ആളുകൾക്ക് ഇതിലും ശക്തമായി വേണം എന്ന് തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ പാർട്ടി കൂടി ആലോചിച്ചതിന് ശേഷം എടുത്ത ഒരു തീരുമാനമാണ്. അത് വളരെ മാതൃകാപരമാണ് എന്നുള്ളത് ഞാൻ വളരെ അഭിമാനത്തോടെയാണ് പറയുന്നത്. ഈ ഒരു പെൺകുട്ടിയുടെ ആരോപണം വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒന്നിലധികം പെൺകുട്ടികളുടെ ആരോപണം വരുമ്പോൾ തന്നെ അതിൽ പാർട്ടി ഒരു തീരുമാനം എടുത്തില്ലേ? നിങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകരും എന്തുകൊണ്ടാണ് അത് കാണാതെ പോകുന്നത് എന്നുള്ളത് ഞാൻ വളരെ ആശ്ചര്യത്തോടെ കാണുകയാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പോലെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ ആ വ്യത്യാസം മനസ്സിലാക്കാത്തത്? ഈ കോൺഗ്രസ്, ഞാൻ പറയുന്ന ഒരു ആരോപണം വരുമ്പോൾ തന്നെ ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ നിന്ന് ഞങ്ങളെല്ലാവരും കോൺഗ്രസിനെ അഭിനന്ദിക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ രാജ്യ ആവശ്യത്തിൽ കൂടി ഒരു വ്യക്തത വരുത്തണമായിരുന്നു. കാരണം അത്ര അധികം ക്രിമിനൽ മൈൻഡ് ഈ ഉള്ള തെളിവുകളാണ് രാഹുലിനെതിരെ പുറത്തു വന്നത്. പിന്നെ എന്തിന് ഇയാളെ സംരക്ഷിക്കുന്നു എന്ന ചോദ്യമാണ്. ഉപതെരഞ്ഞെടുപ്പ് പോലെയുള്ള സാങ്കേതികതകളെയും മറികടന്നുകൊണ്ട് കോൺഗ്രസ് ആർജവമുള്ള ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ എല്ലാവരും ഉയർത്തിക്കാട്ടിയനെ കോൺഗ്രസിന്റെ നിലപാടിനെ. പക്ഷെ അതിലേക്ക് കോൺഗ്രസ് പോയില്ല. അത് തീർച്ചയായിട്ടും അതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് നിയമ നടപടികളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള തെളിവുകളൊക്കെ കൃത്യമായി കിട്ടുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും വന്ന ഒരു ചാനലിൽ കാണിക്കുന്ന ഒരു മൊബൈലിന്റെ സ്ക്രീൻഷോട്ടിന്റെ ഒക്കെ പേരിൽ നമുക്കൊരു അത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഇപ്പൊ ഏത് കുറ്റാരോപിതനായാലും അവരുടെ വശം കേൾക്കണം ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് ഈ പറയുന്ന കാര്യങ്ങളിലുള്ള വ്യക്തത ഉണ്ടാകണം. ഇതിനുള്ള ഈ പറയുന്ന ഈ തെളിവുകൾ ഇത് യഥാർത്ഥത്തിൽ അടിസ്ഥാനമുള്ളതാണോ എന്നുള്ള അന്വേഷണം ഉണ്ടാകണം. ഇതൊന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ലാപ്സ് ആണ്. അതും കൂടി നടക്കണം എന്നുള്ള ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം ആരായാലും. യെസ്, വളരെ നന്ദി ദീപ്തി മേരി വർഗീസ് വിശദമായി പ്രതികരിച്ചതിന്. എന്തായാലും ഈ വിഷയത്തിൽ